ഇത് മിസ് ചെയ്യാനേ പാടില്ല. പല ടൈപ്പിൽ നമുക്ക് വിസ്കി സ്കോട്ട്ലാൻഡിൽ ഓബ്വിയസ്ലി സ്കോട്ടിഷ് വിസ്കി എല്ലാവർക്കും അറിയാം, അത് നല്ല ഫേമസ് ആണ്. അപ്പോൾ ഈ ഷോപ്പിൽ കയറുവാണെങ്കിൽ പല വെറൈറ്റി ഓഫ് വിസ്കിയും അതേപോലെ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കാണാൻ പറ്റും. ഷോട്ട് ഗ്ലാസ്സസ്, വിസ്കിക്ക് യൂസ് ചെയ്യുന്ന ഷോട്ട് ഗ്ലാസ്സസ് മുതൽ ഇതെല്ലാം കണ്ടോ, നല്ല ഡിസൈനർ ഗ്ലാസ്സസ് ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. എല്ലാം എക്സ്പെൻസീവാണ്. ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും അവിടെ 20 pounds അബവ് ആയിരുന്നു. ഏറ്റവും ചെറിയ ഐറ്റംസ് പോലും നമുക്ക് 20 pounds അബവ് ആയിട്ടാണ് അവിടെ ഉള്ളത്. പക്ഷേ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഈ ഷോപ്പ്. എനിക്ക് തോന്നുന്നു വരുന്ന എല്ലാ ടൂറിസ്റ്റും ഓൾഡ് ടൗണിൽ വരുവാണെങ്കിൽ ഇത് മിസ് ഔട്ട് ചെയ്യാത്തൊരു സ്ഥലമാണ് ഈ ഷോപ്പ്. ഇതിൽ കയറി നമുക്ക് പല ടൈപ്പിലുള്ള നല്ല പഴക്കമുള്ള വിസ്കി വരെ അവിടെ വെച്ചിട്ടുണ്ട്. വിസ്കി മാത്രമല്ല വേറെയും ഡ്രിങ്ക്സ് ഉണ്ട്, പക്ഷേ വിസ്കിയാണ് ഏറ്റവും കൂടുതൽ നമുക്കവിടെ കാണാൻ പറ്റുന്നത്. നല്ല പഴക്കമുള്ള വിസ്കീസ് മാത്രമല്ല, നല്ല ഫഡ്ജ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ വിസ്കി ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. ഇതെല്ലാം ബെയിലീസിൻ്റെ ഫഡ്ജൊക്കെയാണ്. കുറേ ഐറ്റംസ് കാണാൻ പറ്റി. അതേപോലെ തന്നെ നമുക്ക് സ്റ്റോപ്പേഴ്സ് കാണാൻ പറ്റും. ഒരു സ്റ്റോപ്പറിന് തന്നെ ഏകദേശം ഒരു 9 pound ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു 5 ml ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ചെറിയ ബോട്ടിൽസ്, അത് കളക്റ്റബിൾ പീസസ്. ഇതൊക്കെ സ്റ്റോപ്പേഴ്സാണ്. ഇത് പല സ്കോട്ട്ലാൻഡിലെ തന്നെ ഐക്കോണിക് ആയിട്ടുള്ള പ്ലേസസിൻ്റെ ഒക്കെ തന്നെ ഫോട്ടോസ് വെച്ച് അങ്ങനെ പറഞ്ഞാൽ അതെല്ലാം എംബോസ് ചെയ്ത സ്റ്റോപ്പേഴ്സാണ്. ഇതൊരു കളക്റ്റബിൾ പീസായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയ കളക്റ്റബിൾ പീസാണ് ഇത്. നമുക്ക് ഒന്നും ഭയങ്കര ചെറുതാണ്, അത്ര മൈന്യൂട്ടാണ്, പക്ഷെ നല്ല രസമില്ലേ കാണാനായിട്ട്. 10 വർഷം പഴക്കമുള്ള സ്കോട്ടിഷ് വിസ്കിയാണെന്നാണ് എഴുതിയിരിക്കുന്നത്. അതിങ്ങനെ 3 ബോട്ടിലായിട്ടുള്ളതുണ്ട്, അതേപോലെ സിംഗിളായിട്ടും വേണമെങ്കിൽ നമുക്ക് മേടിക്കാൻ പറ്റുമേ. പക്ഷേ ഇത് നല്ലൊരു കളക്ട് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്. അങ്ങനത്തെ കുറേ യുണീക്കായിട്ടുള്ള ഐറ്റംസൊക്കെ കാണാൻ പറ്റിയ. ഇതാണ് ഞാൻ പറഞ്ഞ സ്കോച്ച് വിസ്കിയുടെ ചോക്ലേറ്റ്സ്. അതിൻ്റെ തന്നെ പല വെറൈറ്റി ഓഫ് ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. ഇത് ബാക്ക് പൈപ്പറിൻ്റെ സ്റ്റോപ്പറാണ്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇതെല്ലാം തന്നെ ആൽക്കഹോൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു മാജിക്കൽ വേൾഡ് അല്ലെങ്കിൽ വണ്ടർലാൻഡ് പോലെയാണെന്ന് തന്നെ പറയാം നമുക്ക്. അത്രമാത്രം വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ജിന്നും എല്ലാം, റം, ജിൻ, വിസ്കി, എന്തൊക്കെ വേണം, പല ടൈപ്പിലെ വൈൻസ്.